ഇന്നത്തെ നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളുടെയും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെയും ഫീഡിംഗ് വീഡിയോ ആണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫീഡിംഗ് വീഡിയോ ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇവർ ആഡ് ചെയ്തതിന് ശേഷം ഇവർ ഇതിനകത്ത് പുതിയതായതുകൊണ്ട് പെട്ടെന്നൊന്നും അവർ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ മുകളിലേക്ക് വരാറില്ല. നമ്മൾ പെല്ലറ്റ് ഫുഡാണ് ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഈ ടാങ്കിൽ സെറ്റ് ആയിട്ടുണ്ട്, അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്തൊക്കെ നമ്മൾ ഫീഡ് ചെയ്തപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ മുകളിൽ വന്നിട്ട് പെല്ലറ്റൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ ആൽഗ അടിച്ച് പച്ച കളറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്. കാരണം വല്ലാതെ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാറ്റ് ഫിഷുകൾക്കൊക്കെ ചെറിയ രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ ഡാർക്കായി കിടക്കുന്നത് കൊണ്ട് അവർ ലൈറ്റ് വന്നാലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് എണ്ണം കുറവാണ്, നമ്മൾ 4 എണ്ണത്തിനെ ആകെ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ചെറിയ സൈസ് ആയതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഒറ്റയ്ക്ക് ടബിലിട്ടിരിക്കുകയാണ്. ഏകദേശം 5-6 എണ്ണത്തോളം നമ്മൾ അവിടെ ടബിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഇവരുടെ സൈസായി വരുമ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതേ നമ്മൾ ഇതിനകത്ത് പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും പിന്നെ ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷുമാണ് ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള വലുതിനെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷുമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതേ ഇപ്പോൾ 3 നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ആൽബിനോ ക്യാറ്റ് ഫിഷും വന്നിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഒരേ സൈസാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവരുടെ ബോഡി ഷേപ്പ് ആണെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ്രഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് കുറച്ച് അഗ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. ആൽബിനോ ക്യാറ്റ് ഫിഷ് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആണ്, കുറച്ച് സൈലൻ്റ് ആണ്. ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള അഗ്രഷൻ കാണാം. അത് ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ അത്ര കാണിക്കാറില്ല. അവർ കുറച്ച് നൈസായിട്ടാണ് വന്ന് ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇവർ നല്ല രീതിയിൽ അഗ്രഷൻ കാണിക്കുന്നത് കാണാം. കണ്ടില്ലേ, അവരുടെ മൂവ്മെൻറ്റ് തന്നെ വ്യത്യാസമുണ്ട്. ആൽബിനോ കുറച്ച് സ്ലോ ആയിട്ടൊക്കെയാണ് വന്ന് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇവർ ഭയങ്കര ഒരു അഗ്രസീവായിട്ടാണ് വന്ന് എടുക്കുന്നത് ഫുഡ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഇവർക്കൊക്കെ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല. കാരണം സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്ക് സെപ്പറേറ്റ് ടാങ്കും അതുപോലെ ആൽബിനോ ക്യാറ്റ് ഫിഷുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ ഈ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെ അഗ്രഷനൊന്നും ഈ ആൽബിനോകളെ ബാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആൽബിനോകൾക്ക് സ്ട്രെസ്സൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ ടാങ്കുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൽബിനോകൾക്ക് ചിലപ്പോൾ സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ വേറെ പല മീനുകളിലും കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ ജയൻറ്റ് ഗൗരാമി ആണെങ്കിലും ഓസ്കാർ ഫിഷ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് കൂടുതൽ അഗ്രഷൻ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് വെറൈറ്റികളാണ്. അതായത് നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി, അതുപോലെ തന്നെ ഓസ്കാറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈഗർ ഓസ്കാർ തന്നെയാണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ളത്. ആൽബിനോകൾ അഗ്രഷൻ കുറച്ച് കുറവാണ്. അതുപോലെ തന്നെയാണ് ജയൻറ്റ് ഗൗരാമിയിലാണെങ്കിലും ആൽബിനോകൾക്ക് അഗ്രഷൻ കുറച്ച് കുറവാണ് ഈ ബ്ലാക്ക് വെറൈറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അഗ്രഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞത് ഒരു ഫാക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മീനുകളൊക്കെ നമ്മൾ ഒരുമിച്ചിടുന്ന സമയത്ത് ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുക. സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സ്പേസ് കുറയുമ്പോഴാണ് പണിയൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടി വരുന്നത്. പിന്നെ ഇവർക്ക് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ടാങ്കൊന്നും പ്രശ്നമില്ല. നല്ല രീതിയിൽ മഴക്കാലത്തൊക്കെ അഡാപ്റ്റ് ആയിട്ട് പോകുന്ന മീനാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റാണ് എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ചിക്കനാണ്. അതേസമയം ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവൈലബിൾ അല്ല, അതുപോലെ തന്നെ എക്സ്പെൻസീവുമാണ്. പിന്നെ ചിക്കനൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വല്ലപ്പോഴൊക്കെ ഫീഡ് ചെയ്യാം. ഇവർക്ക് ഓൾറെഡി നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഇടവിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ഡെയിലി നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. ഇവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഇരിക്കാനും അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് മോശമാവാതിരിക്കാനും ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഫാസ്റ്റ് ഗ്രോത്ത് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്നുള്ള ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഫീഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതായത് ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യുക, ഓവർ ഫീഡ് ചെയ്യാതെ. അങ്ങനെ ഡെയിലി ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും. നമ്മൾ പിന്നെ ഈ ഒരു ടാങ്ക് വാട്ടർ പെട്ടെന്ന് മോശമാവാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതുപോലെ തന്നെ ഇവർക്ക് വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും വരാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നത്. കൊടുക്കുന്ന ദിവസം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ദിവസം തന്നെ അവർ ഫുഡ് കഴിച്ച് അത്യാവശ്യം അവരുടെ സ്tomachൊക്കെ ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ആ കഴിച്ച ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല. സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ ആണ് ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ വരുന്നത്. കാരണം അവർ ചിലപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നാളെ നമ്മൾ വീണ്ടും ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് കൂടി പോവുകയൊക്കെ ആണെങ്കിലാണ് ഈ ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമ്മളൊരു ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും മീനുകൾക്ക് പ്രശ്നം വരില്ല. അത് വെള്ളവും മോശമാക്കില്ല. മീൻ ഓൾമോസ്റ്റ് ഹെൽത്തി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും.
പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇങ്ങനെ ടാങ്കുകളിലൊക്കെ വളർത്തുന്ന സമയത്ത് അവരുടെ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. ചൂടുകാലത്താണ് മെറ്റബോളിസം കൂടുന്നത്. അതായത് ഇവർക്ക് കൂടുതൽ എനർജി വേണ്ടതൊക്കെ ആ ഒരു സമയത്താണ്. മഴക്കാലത്ത് ഇവരുടെ മെറ്റബോളിസം സ്ലോ ആണ്. അതുകൊണ്ടാണ് ഇവർ ഫുഡ് അധികം കഴിക്കാത്തത്. തണുപ്പ് കാലത്ത് ഇവരധികം ഫുഡ് കഴിക്കില്ല, ചൂടുകാലത്തായിരിക്കും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇതുപോലെ ടാങ്കിൽ വളർത്തുമ്പോഴും അവർക്ക് വല്ലാതെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് ഓരോ ദിവസം ഇടവിട്ട് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫീഡിംഗ് വീഡിയോ അത്യാവശ്യം നല്ല ഫീഡിംഗ് വീഡിയോ ആയിരുന്നു. കാരണം എല്ലാവരും മുകളിലേക്ക് വന്ന് പെല്ലറ്റ് കഴിക്കുന്നുണ്ട്. 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും വന്നിട്ടുണ്ടായിരുന്നു, ആൽബിനോ ക്യാറ്റ് ഫിഷും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാ സമയങ്ങളിലും അവരിങ്ങനെ ഒരുമിച്ച് മുകളിലൊന്നും വരാറില്ല. ചില സമയങ്ങളിൽ 2 എണ്ണമൊക്കെ ആയിരിക്കും വന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ ആയിരിക്കും ബാക്കി 2 എണ്ണം വരുന്നത്. പക്ഷേ ഇന്ന് എല്ലാവരും ഒരേ സമയത്ത് തന്നെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മൾ എയറേഷൻ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല. നമ്മൾ ആഴ്ചയിൽ 2-3 തവണയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവർക്ക് സ്ഥിരമായിട്ട് അങ്ങനെ എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ആയിട്ടില്ല. കാരണം ഇതിനകത്ത് ആകെ 4 പീസാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം സ്പേസും വെള്ളവും ഇതിനകത്തുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കൂടുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മഴവെള്ളം നല്ല രീതിയിൽ വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് വെള്ളം ഇതിനകത്ത് ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വാട്ടർ ചേഞ്ചിൻ്റെ ഒരു ആവശ്യം ശരിക്കും മഴക്കാലത്ത് വരുന്നില്ല. വേനൽക്കാലത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെള്ളം ഇവാപ്പറേറ്റ് ആയിട്ട് പോയിട്ട് വെള്ളം വറ്റി വെള്ളം കോൺസെൻട്രേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു സൈസുള്ള ടാങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള മീനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 എണ്ണമൊക്കെ ഇടുന്നതാണ് നല്ലത്. 10 എണ്ണം വരെയൊക്കെ മാക്സിമം ഇടാം ഈ സൈസ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതിനേക്കാൾ വലിപ്പം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ എണ്ണം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.